നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ആ ദ്വീപിൽ നിന്ന് കൊന്നു തള്ളിയത് ആയിരങ്ങളെയാണ്. മരണപ്പെട്ടതിൽ മിക്കതും പ്രായപൂർത്തികൾ പോലുമാകാത്ത ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ. അതിൽ അധികവും ഉണ്ടായിരുന്നത് വെളുത്ത നിറത്തിലുള്ള പെൺകുട്ടികൾ എന്നത് പ്രത്യേകം അടിവരയിട്ട് പറയുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ. കുഞ്ഞുങ്ങളെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും ആ കൊടും കുറ്റവാളി ട്രാപ്പിലാക്കുമ്പോഴും ഇത്തരത്തിൽ നിറം പോലുള്ള ചില മാനദണ്ഡങ്ങളടക്കം വച്ചിരുന്നു എന്നത് ഏറെ ഞെട്ടലോടെയാണ് ഈ സമൂഹം കേട്ടത്. ഈ ലോകത്ത് ഇതെന്താണ് നടക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോയ മണിക്കൂറുകളായിരുന്നു എപ്സ്റ്റീൻ ഫയൽസിലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ. അതായത് വെറും ഒരു അധ്യാപകനായിരുന്ന ആൾ, അല്ലെങ്കിൽ അധ്യാപകനാകാൻ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതിരുന്ന ഒരാൾ 2 വർഷം മാത്തമാറ്റിക്സിൽ വലിയ അധ്യാപനം നടത്തുന്നു, പാഠങ്ങൾ എടുക്കുന്നു, 2 വർഷത്തോളം അധ്യാപന ജീവിതം നയിക്കുന്നു. അതിനുശേഷം ആ സ്കൂളിലെത്തുന്ന പ്രധാനപ്പെട്ട പെൺകുട്ടികളുമൊക്കെയായിട്ട് ആ പെൺകുട്ടികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പാരൻസും ഒക്കെയായിട്ട് വലിയൊരു സൗഹൃദ വലയം ഉണ്ടാക്കുന്നു. പിന്നീട് അത് തൻ്റെ ബിസിനസ് വളർത്താനുള്ള ഒരു മാർഗമായി മാറ്റുന്നു. അങ്ങനെ തുടങ്ങിയ ബിസിനസ് പിന്നീട് അയാൾ കോടികളാണ് സമ്പാദിച്ചത്. ആ കോടികൾ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ സൗഹൃദ വലയങ്ങൾ വലുതാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രമുഖരുമായിട്ട് കൂട്ടുകൂടി അവർക്ക് വിരുന്നുകൾ ഏർപ്പെടുത്തി. ആ പ്രമുഖർക്ക് വിരുന്നുകൾ ഏർപ്പെടുത്താൻ വേണ്ടി സമ്പാദ്യങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് അയാൾ ആ കൊടും കുറ്റവാളി ഒരു ദ്വീപ് അടക്കമെടുക്കുന്നു. സ്വന്തമായ ഒരു ദ്വീപ് വാങ്ങി ആ ദ്വീപിലേക്ക് ആളുകളെ എത്തിക്കുന്നു, പെൺകുട്ടികളെ എത്തിക്കുന്നു, പെൺകുഞ്ഞുങ്ങളെ എത്തിക്കുന്നു. നരഭോജികളെ പോലെ മനുഷ്യമാംസങ്ങൾ തിന്നുന്ന തരത്തിലേക്കടക്കം അതിരുവിട്ട നിശാ പാർട്ടികളിലേക്ക് എപ്സ്റ്റീനും കൂട്ടാളികളും എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ ഫയൽസിൽ ഉള്ളത് എന്നതിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല. നിലവിൽ ലോകത്തിലെ പല പ്രമുഖരുമായിട്ടും എപ്സ്റ്റീന് ബന്ധമുണ്ടായിരുന്നു എന്നും ലൈംഗിക വൈകൃതങ്ങളടക്കം കാണിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പെൺകുഞ്ഞുങ്ങളെ അടക്കം മുന്നോട്ട് വെച്ചു കൊടുത്ത അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കാഴ്ചവെച്ച ഒരാളാണ് എപ്സ്റ്റീൻ എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അയാളുടെ ജയിൽവാസം അടക്കം വളരെ ദുരൂഹമായിട്ട് തുടരുന്ന സാഹചര്യമായിരുന്നു. അയാളുടെ മരണത്തിൽ പോലും ദുരൂഹതകൾ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴിതാ എപ്സ്റ്റീൻ്റെ ആ കുറ്റകൃത്യങ്ങളിൽ ചില തെളിവുകൾ കൂടെ പുറത്തു വരുന്നു. എപ്സ്റ്റീൻ്റെ ഈ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ എപ്സ്റ്റീനിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ ആ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിവരിച്ച് രംഗത്തെത്തുന്നത്. കൊടും കുറ്റവാളിയായ കുപ്രസിദ്ധനായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീൻ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെയും മാനസിക പീഡനങ്ങളെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ അതിജീവിതയായ റീന ഓയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേശീയ മാധ്യമത്തിനാണ് ഇവർ ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു അഭിമുഖം നൽകുന്നത്. അതിലൂടെ ഇയാൾ പറയുന്നത് ഇയാൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ക്രൂരമായിട്ടുള്ള ചിന്താഗതിയായിരുന്നു എന്നാണ്. വെറും 21 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ അയാൾ 47കാരനായിട്ടുള്ള എപ്സ്റ്റീൻ വിളിച്ചിരുന്നത്, ചൂഷണം ചെയ്തിരുന്നത് നീ ഒരു കിളവിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് 21 വയസ്സുള്ള പെൺകുട്ടി പോലും കിളവിയാണ് എന്ന് മനസ്സിൽ കരുതിയിരുന്ന എപ്സ്റ്റീന് താല്പര്യം കുഞ്ഞുങ്ങളോടായിരുന്നു എന്ന് ചുരുക്കം. ആദ്യം എന്നെ ഒരുപാട് പുകഴ്ത്തി പറയുന്ന രീതിയായിരുന്നു എപ്സ്റ്റീൻ ഉണ്ടായിരുന്നതെന്നും, പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അയാൾ കൃത്യമായി അയാൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മനഃപൂർവ്വം ആ പെൺകുട്ടിയെ മാനസികമായി തകർക്കാൻ തുടങ്ങുന്ന രീതിയിലേക്ക് എത്തുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. തന്നെ ബോഡി ഷേമിംഗ് ചെയ്യുന്നതടക്കം അധിക്ഷേപിക്കുന്നതടക്കമായിരുന്നു എപ്സ്റ്റീൻ്റെ ഏറ്റവും വലിയ ഹോബി. താൻ എന്ത് ചെയ്യണം, എൻ്റെ ശരീരം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് എപ്സ്റ്റീൻ ആയിരുന്നു എന്നാണ് ആ പെൺകുട്ടി വ്യക്തമാക്കുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് 21 വയസ്സപ്പോൾ ഉള്ളപ്പോൾ അയാൾ തന്നെ നോക്കി നീ ഒരു കിളവിയാണ് എന്ന് പരാമർശിച്ച് ആവർത്തിച്ച് പറയും എന്നുള്ള കാര്യമാണ്. അന്ന് അയാൾക്ക് 47 വയസ്സുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ തൻ്റെ ചങ്കിടിക്കും. ആ പ്രായത്തിലുള്ള ഒരാൾ 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് നീ പ്രായം കൂടിയ കിളവിയാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ തന്നെ മാനസികമായിട്ട് അല്ലെങ്കിൽ തൻ്റെ ചിന്താഗതിയെ എത്തിക്കും എന്നത് ഒന്ന് ഊഹിച്ചു നോക്കൂ എന്ന് പറയുകയാണ് അതിജീവിത. എനിക്ക് 5-6 വയസ്സുള്ളപ്പോൾ മുതൽ താൻ ആ ഒരു ആക്രമണം
അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. പണ്ടേ ഒന്നിനോടും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു തനിക്ക്. അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പീഡനമാണ് എന്നും അത് വലിയ തെറ്റാണ് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ആരെയും വിശ്വസിക്കുന്ന പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നതും എപ്സ്റ്റീൻ മുതലെടുക്കാൻ ഒരു കാരണമായി. എൻ്റെ ഉള്ളിലെ ആ മുറിവുകളിൽ ജെഫ്രി തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. അത്തരം മുറിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അയാളത് മുതലെടുക്കുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് അതിജീവിത. ഫ്ലോറിഡയിലേക്കുള്ള യാത്രക്കിടയിലാണ് കാര്യങ്ങൾ അങ്ങേയറ്റം ഭയാനകമായതെന്ന് ഈ സ്ത്രീ വെളിപ്പെടുത്തുകയാണ്. അയാളുടെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ചില രഹസ്യങ്ങൾ അയാൾ തന്നോട് പറഞ്ഞിരുന്നു. ആ രഹസ്യം ഞാൻ കൂടെയുള്ള മറ്റു പെൺകുട്ടികളോട് പറഞ്ഞപ്പോൾ അവളത് അയാളോട് പോയി പറഞ്ഞു. അതോടെ എപ്സ്റ്റീൻ തന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് രക്ഷപ്പെടാൻ തോന്നിയാൽ പോലും ഒന്നിനും കഴിയാത്ത അവസ്ഥയിലേക്ക് എപ്സ്റ്റീൻ തന്നെ എത്തിച്ചു എന്നുള്ളതാണ്. തന്നെ ഉപദ്രവിക്കാൻ വേണ്ട എല്ലാ വിവരങ്ങളും അയാളുടെ കൈവശമുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തൻ്റെ സ്ഥിരതാമസത്തിനുള്ള രേഖകൾ അന്ന് ശരിയായിരുന്നില്ല. വാഷിംഗ്ടണിലെ എല്ലാവരെയും തനിക്ക് അറിയാമെന്നും ഒരു ഫോൺ കോളിലൂടെ തന്നെ വേണമെങ്കിൽ നിയമത്തിന്റെ കുരുക്കിലാക്കാമെന്നും എപ്സ്റ്റീൻ ഭീഷണിപ്പെടുത്തി. മിണ്ടിയാൽ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും അയാൾ ഇല്ലാതാക്കുമെന്നുള്ള ഭയവും തനിക്കുണ്ടായിരുന്നുവെന്ന് അതിജീവിത പറയുന്നു. അയാളുടെ ആളുകൾ എന്നെപ്പോലെ എപ്പോഴും പിന്തുടരുന്നത് താൻ ശ്രദ്ധിച്ചിരുന്നു എന്നും പറയുകയാണ് ആ യുവതി. അവസാനമായി കണ്ടപ്പോൾ അയാൾ എന്നോട് ഭയങ്കര വയലന്റ് ആയി പെരുമാറി. അതോടെ അയാളെ കാണുന്നത് ഞാൻ നിർത്തിയെന്നും പിന്നെ ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല എന്നും വിളിച്ചാൽ ഫോൺ എടുക്കാറുണ്ടായിരുന്നില്ല എന്നും പക്ഷേ അപ്പോഴൊന്നും ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് എപ്സ്റ്റീന്റെ ഇത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ റീന വ്യക്തമാക്കുന്നത്. ആൻഡ്രൂ രാജകുമാരനെതിരെയുള്ള ഇപ്പോഴത്തെ വാർത്തകൾ കേട്ടപ്പോൾ ഇങ്ങനെയൊന്ന് സംഭവിക്കാൻ സമയമായെന്ന് എനിക്ക് തോന്നിയെന്നും പഴയ രാജകുമാര അംഗമാണ് എങ്കിലും അയാൾക്ക് ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുമാണ് ഇപ്പോൾ അതിജീവിത പറയുന്നത്. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ഇറങ്ങിയ ഒരു ക്രിമിനലിനെ കൂടെ ഇത്രയും കാലം അയാൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യവുമുണ്ട്. രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു നടപടി വരുന്നത് മറ്റുള്ളവർക്കും ഒരു പാഠമായിരിക്കണമെന്ന് പറയുകയാണ് എപ്സ്റ്റീന്റെ ഇത്തരത്തിലുള്ള ക്രൂരതകൾക്ക് ഇരയാകേണ്ടി വരുന്ന ഓരോ അതിജീവിതമാരും. അതിജീവിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ലോകം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്നടിക്കണം, പേടിച്ചിരിക്കരുത്, ശക്തമായി തന്നെ മുന്നോട്ട് വരണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറയുകയാണ് എപ്സ്റ്റീൻ ഫയൽസിലെ എപ്സ്റ്റീന്റെ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായിരുന്ന ഒരു അതിജീവിത. എന്തായാലും ഇത്തരത്തിലെ കാര്യങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ആരാണ് എപ്സ്റ്റീൻ ഫയൽസ്, എന്താണ് എപ്സ്റ്റീന്റെ ആ ദ്വീപിൽ നടന്നിരിക്കുന്നത് എന്നതിന്റെ അന്വേഷണത്തിലാണ് ഈ ലോകം ഒന്നടക്കം. ഒരുപാട് റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ ലോകത്ത് നടക്കുമോ എന്ന് ചോദ്യം ഉന്നയിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം അത്തരം കാര്യങ്ങൾ, അതായത് കുഞ്ഞുങ്ങളെ കൊല്ലുകയും കുഞ്ഞുങ്ങളെ മറ്റ് അതിഥികൾക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്നതടക്കമുള്ള നിരവധി ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ എപ്സ്റ്റീന്റെ ആ ഒരു ദ്വീപിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ സിനിമാ കഥകളെ വെല്ലുന്ന ജീവിതകഥ തന്നെയാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആ കൊടും കുറ്റവാളിയുടേതെന്ന് നമുക്ക് പറയേണ്ടി വരും. അമേരിക്കയിൽ ശതകോടീശ്വരനായി വളർന്ന് ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി മൺമറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു വിവാദ വ്യവസായിയാണ് എപ്സ്റ്റീൻ. കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാ പാർട്ടികളും സംഘടിപ്പിക്കുന്ന എപ്സ്റ്റീൻ പിന്നീട് സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തി എന്നുള്ള കുറ്റത്തിനാണ് അറസ്റ്റിലാകുന്നത്. 2008 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിനെ പ്രേരിപ്പിച്ചു എന്ന കുറ്റസമ്മതം നടത്തിയതോടെയാണ് എപ്സ്റ്റീൻ ആദ്യമായിട്ട് അറസ്റ്റിലാകപ്പെടുന്നത്. അറസ്റ്റിലായി വെറും 13 ദിവസം മാത്രമാണ് ഇത്ര വലിയ കൊടും പാതകം ചെയ്ത ഇയാൾ ജയിലിൽ കഴിഞ്ഞത് എന്നുള്ളത് ഈ ലോകത്തെ ഞെട്ടിച്ചതാണ്. 2019 ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് വീണ്ടും ഇയാൾ അകത്തായി. പക്ഷേ തൊട്ടടുത്ത മാസം ജയിലിൽ നിന്ന് എപ്സ്റ്റീൻ മരിച്ചു വീണു എന്നുള്ള വാർത്ത പുറത്തുവന്നു. ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പ്രകാരം എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തതായിരിക്കും എന്നാണ് പറയുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകളും ഇപ്പോഴുമുണ്ട്. കാരണം
ജെഫ്രി അവിടെ ജയിലിനുള്ളിലായിരുന്നുവെങ്കിലും അയാളുടെ ആവശ്യങ്ങൾക്ക് അയാളുടെ ജോലി സമയത്തിന് ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സംവിധാനമുണ്ടായിരുന്നു. അതായത് അയാൾക്ക് തോന്നുന്ന പോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അയാൾ എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യം. എന്തായാലും ജെഫ്രിയുടെ മരണത്തിന് ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയുണ്ടായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പോപ്പ് രാജാവ് മൈക്കൽ ജാക്സൺ, നടൻ അലക്സ് ബാർഡിവെൽ, ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വെൻസ്റ്റൈൻഡ്, ആൻഡ്രൂ രാജകുമാർ എന്നിവർക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത്. ജെഫ്രി എപ്സ്റ്റീന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രമുഖരുടെ പേരുകൾ എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ എണ്ണമറ്റ സെലിബ്രിറ്റികളുടെ പേരുകൾ പുറത്തേക്ക് വരുന്നത്. ലൈംഗിക അടിമകൾ എന്ന് തോന്നിപ്പിക്കും വിധം പല പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്ന ചിത്രങ്ങളടക്കം പിന്നീട് പുറത്തു വന്നു. അവരിൽ പലരെയും പ്രമുഖർക്ക് കാഴ്ചവെച്ചെന്ന ലോകത്തെ ഞെട്ടിച്ച തുറന്നു പറച്ചിലും എപ്സ്റ്റീൻ നടത്തിയതും വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചതാണ്. അമേരിക്ക വീണ്ടും ട്രംപിന്റെ കയ്യിലായതോടെ എപ്സ്റ്റീൻ ഫയലുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കടുത്തതോടെ ആഘോഷരാവുകളിൽ എപ്സ്റ്റീനൊപ്പമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ സംശയങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് പിന്നീട് എപ്സ്റ്റീൻ ഫയൽസിന്റെ ബാക്കി തെളിവുകൾ പുറത്തുവിടാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ നിരന്തരം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപ് പ്രഖ്യാപിച്ചു. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കണ്ടെത്തിയ വിവരങ്ങൾ, ബന്ധപ്പെട്ട രേഖകൾ, കോണ്ടാക്ട് ലിസ്റ്റ്, കോൾ റെക്കോർഡ്, ചാറ്റുകൾ, വീഡിയോകൾ, അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും ക്ലയന്റുകളുടെയും പേരുകൾ എന്നിവ ഉൾപ്പെടുന്ന ഫയലുകളാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്നറിയപ്പെടുന്ന രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 ദശലക്ഷക്കണക്കിലടക്കം പേജുകളിൽ ഉൾക്കൊള്ളുന്ന ഈ ഫയലിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ ഒരു കറുത്ത മഷി കൊണ്ട് മറച്ച നിലയിലാണ്. 2000-ലധികം വീഡിയോകൾ, 2 ലക്ഷത്തോളം ചിത്രങ്ങൾ എന്നിങ്ങനെ മുൻപ് പുറത്തുവിടാതെ മാറ്റിവെച്ചിരുന്ന വിപുലമായ രേഖകളാണ് US നീതിന്യായ വകുപ്പ് ഈ അടുത്ത് പുറത്തുവിട്ടത്. അതിലൊരു ഭാഗത്തിലാണ് ഇസ്രയേലിൽ പോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉപദേശിച്ചു എന്നുള്ള ഒരു പരാമർശം വന്നതും അത് രാഷ്ട്രീയ വിവാദമായി മാറുന്നതും. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിട്ടുവെങ്കിലും അന്വേഷണത്തിൽ എപ്സ്റ്റീൻസ് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് ലഭ്യമായ നിലയിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും വലിയ രീതിയിൽ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എപ്സ്റ്റീന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പ്രമുഖരുടെ ബന്ധം എന്ത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവ്യക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടെ പുറത്തുവരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസറിനെ അറസ്റ്റിലായി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തായിട്ട് പുറത്തുവരുന്നത്. എപ്സ്റ്റീൻ ഫയൽസ് വിവാദത്തിന് പിന്നാലെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിനാണ് ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസറിനെതിരെ UK പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത്. ചാൾസ് രാജാവിന്റെ സഹോദരനാണ് ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ. സാൻഡ്രിംഗ്ഹാമിലുള്ള വീട്ടിൽ പോലീസ് എത്തി മൗണ്ട് ബാറ്റൻ വിൻസറിനെ അറസ്റ്റ് ചെയ്യുന്നു. മൗണ്ട് ബാറ്റനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ജെഫ്രി എപ്സ്റ്റീൻ ഒരു സ്ത്രീയെ UK-യിലേക്ക് കടത്തിയെന്ന ആരോപണം നിലനിൽക്കെയാണ് അറസ്റ്റ്. UK-യുടെ വ്യാപാര ദൂതനായി സേവനമനുഷ്ഠിക്കുമ്പോൾ ജെഫ്രി എപ്സ്റ്റീനുമായി തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇയാൾ പങ്കിട്ടു എന്നാണ് പോലീസ് മുൻപ് ആരോപിച്ചത്. ആൻഡ്രൂവിന്റെയും വെർജീനിയ ജെഫ്രിയുടെയും ഒരുമിച്ചുള്ള ചിത്രവും പുറത്തു വന്നിരുന്നു. ഈ ചിത്രം യഥാർത്ഥമാണ് സ്ഥിരീകരിക്കുന്ന ഗിഡ്ലൈൻ മാക്സ്വെല്ലിന്റെ ഇമെയിലും സമീപകാലത്ത് പുറത്തു വന്നതോടെയാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. ജെഫ്രി എപ്സ്റ്റീനും എലിസബത്ത് രാജ്ഞിയുടെ 2ാമത്തെ മകനായ ആൻഡ്രൂവിനുമെതിരെ വെർജീനിയ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ജെഫ്രി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും തന്നെ ലൈംഗികാടിമയെ ഉപയോഗിക്കുകയായിരുന്നു എന്നും 17ാം വയസ്സിൽ ആൻഡ്രൂ രാജകുമാരൻ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുമാണ് വെർജീനിയ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ പ്രമുഖരുടെയും നാളുകൾ എണ്ണപ്പെട്ടു എന്ന തരത്തിലാണ് എപ്സ്റ്റീൻ ഫയൽസിലെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പറയുന്നത്. ഇനിയും ഒരുപാട് പ്രമുഖർ, അതും ഈ ലോകത്ത് തന്നെ ഭരിക്കാൻ കഴിവുള്ള പ്രമുഖർ എപ്സ്റ്റീൻ ഫയൽസിൽ പേരുകൾ പരാമർശിക്കപ്പെട്ടവരായിട്ട് കാണുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിലേക്കാണ് എപ്സ്റ്റീൻ ഫയൽസിന്റെ ഡീറ്റെയിൽസ് പോകുന്നത് എന്നുള്ളതാണ് ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്.